ഹായ്, ഇന്ന് ഞങ്ങളുടെ ഒരു ചെറിയൊരു വ്ളോഗാണ് കേട്ടോ, ഒരു മിനി വ്ളോഗാണ്. അപ്പം ഞങ്ങളുടെ വീട് വരുന്നത്, വില്ല വരുന്നത് ഷാർജയിൽ അൽ ജസാത്തിലാണ് കേട്ടോ ഞങ്ങൾ താമസിക്കുന്നത്. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെ തൊട്ടടുത്തൊരു ഹെൽത്ത് സെൻ്റർ ഉണ്ട്. ഇപ്പം UAE ചൂടൊക്കെ കുറഞ്ഞു വരികയാണ്. അപ്പം ഫ്ലൂ വാക്സിൻ എടുക്കാൻ വേണ്ടിയിട്ട് ഞാനും മക്കളും പോവുകയാണ്. അപ്പം ഒക്ടോബർ മുതൽ ഫ്ലൂ വാക്സിൻ അവൈലബിൾ ആണ്. അപ്പോൾ ഞങ്ങൾ കുറച്ച് പിള്ളേർക്ക് അസുഖവും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഫ്ലൂ വാക്സിൻ എടുക്കാൻ കുറച്ച് ലേറ്റായി. എന്നാലും നല്ല തണുപ്പ് വരുന്നതിന് മുമ്പ് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പിന്നെ സമയം കളയണ്ട, മൂത്ത മോനെ സ്കൂളിലിട്ട് വന്നു. ഇനി ഞങ്ങൾ ഒരുമിച്ച് ഹെൽത്ത് സെൻ്ററിലോട്ട് പോകുന്ന വീഡിയോ നിങ്ങൾക്ക് കാണാം. പോവല്ലേ മക്കളെ? നമ്മൾ സൂചി വെക്കാനല്ലേ പോകുന്നേ? തീരെ വേദന ഉണ്ടാവൂല. അതൊരു ആൻറ്റ് കടിക്കുന്ന വേദന ഉണ്ടാവുള്ളൂ, ചെറിയ വേദന ഉണ്ടാവുള്ളൂ. ഓക്കെ, മമ്മക്ക് സൂചി വെക്കും, ഷാസിന് സൂചി വെക്കും. സ്ട്രോങ് ആവാൻ വേണ്ടിട്ട് കരിയില്ല. ഷുവർ അല്ലേ? ഓക്കെ, സ്ട്രോങ് അല്ലേ? സൂചി വെക്കാൻ അയച്ചു കഴിഞ്ഞാല് അവര് ചോക്ലേറ്റ് തരും. ഇവിടുന്നല്ല, അവിടുന്ന് തരും സൂചി വെച്ച് കഴിഞ്ഞാല്. പാർക്കിലേക്ക് പോവാ സൂചി വെച്ചിട്ട്. വായോ, ലെറ്റ്സ് ഗോ, കം ഓൺ ഗൈസ്. ഇത് ഏതാണ് കാർ? ഇഷ്യാനെ ഏത് കാറാണ്? സൂപ്പർ കാറാ? അങ്ങനെ ഞങ്ങൾ നടന്നിട്ട് ഞങ്ങളുടെ ഹെൽത്ത് സെൻ്റർ എത്താനായി. അപ്പോൾ സെൻ്റർ എത്തിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഫ്ലൂ വാക്സിൻ എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വാലിഡ് ആയിട്ടുള്ള ഒരു എമിറേറ്റ്സ് ഐഡി മാത്രം മതി. മക്കൾക്ക് ഫ്രീ ആണ്. അതുപോലെ ഇവിടുത്തെ ടൈം വരുന്നത് മൺഡേ ടു തേഴ്സ്ഡേ 7:30 AM to 10 PM ആണ്. ഫ്രൈഡേ ആണെങ്കിൽ 7:30 AM to 12 PM ആണ്. അങ്ങനെ ഞങ്ങൾ ഇൻഫ്ലുവൻസ വാക്സിൻ്റെ കാര്യങ്ങളിൽ ടോക്കൺ എടുത്തു, കൗണ്ടറിൽ പോയി. അപ്പോഴാണ് അറിയുന്നത് കഴിഞ്ഞ വർഷം മക്കൾക്ക് ഫ്രീ ആയിരുന്നു, പക്ഷേ ഈ വർഷം മുതൽ ഈ ഒരു ഹെൽത്ത് സെൻ്ററിൽ മാത്രമാണെന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ 7 years മുതലുള്ള പിള്ളേർക്ക് 50 dirhams ആണെന്ന്. അപ്പോൾ പിന്നെ ഞാൻ എന്തായാലും മൂത്ത മോൻ്റെത് ക്യാൻസൽ ചെയ്തു. അവർക്ക് സ്കൂളിൽ നിന്ന് ഇൻഫ്ലുവൻസ വാക്സിന് ഫ്രീ ആയിട്ട് കൊടുക്കും. അപ്പോൾ പിന്നെ അവർക്ക് നമ്മൾ പേയ്മെൻറ്റ് എടുത്തിട്ട് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ ഞാനും ചെറിയ മോനാണ് ഇൻഫ്ലുവൻസ വാക്സിൻ എടുക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തത്. അങ്ങനെ ഫസ്റ്റ് ഞങ്ങൾ കൗണ്ടറിൽ പോയി കാര്യങ്ങളൊക്കെ ചെയ്തു. അവർ ഒരു ഡോക്ടറിനെ കാണണമെന്ന് പറഞ്ഞു, ഡോക്ടറെ കണ്ടു. അത് കഴിഞ്ഞിട്ട് ഇൻഫ്ലുവൻസ വാക്സിൻ എടുത്തു മോന്. പറഞ്ഞ പോലെ തന്നെ ഇൻഫ്ലുവൻസ വാക്സിൻ എടുത്ത് കഴിഞ്ഞ് മോന് കരഞ്ഞൊന്നും ചെയ്തില്ല, നല്ല സ്ട്രോങ് ബോയ് ആയിട്ടിരുന്നു. അത് കഴിഞ്ഞപ്പോഴേക്കും ആമസോണിൽ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡെലിവറി ബോയ് പുറത്തുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഇങ്ങോട്ട് വരാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു കോൾ മിസ്റ്റിൻ്റെ ഹ്യൂമിഡിഫയറും അതുപോലെ ഒരു ഡ്രൈ സ്കിന്നും തണുപ്പൊക്കെ അല്ലേ വരുന്നത്. അപ്പോൾ ഡ്രൈ സ്കിന്നിന് വേണ്ടിയിട്ടുള്ള നല്ലൊരു മോയ്സ്ചറൈസർ ക്രീമും ആയിരുന്നു. അങ്ങനെ അപ്പം നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നത് എന്തായിരുന്നു? ഒരു ഹ്യൂമിഡിഫയർ ആണ്, കൂൾ മിസ്റ്റിൻ്റെ ഒരു ഹ്യൂമിഡിഫയറും അതുപോലെ ഇപ്പം തണുപ്പൊക്കെ ആയിട്ട് ഡ്രൈ സ്കിന്ന് കണ്ടോ ഇവൻ്റെ ഫേസിലൊക്കെ ഒരു വൈറ്റ് ഇത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് നല്ലൊരു മോയ്സ്ചറൈസർ ക്രീമും മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും വീട്ടിൽ പോയിട്ട് നമുക്കത് അൺബോക്സ് ചെയ്യാം അല്ലേ? വീണ്ടും ഞങ്ങൾ ഇതിലോട്ട് വന്നു. ഞാൻ ഇൻഫ്ലുവൻസ വാക്സിൻ എടുക്കുന്ന ടൈമിൽ ഒരു കുട്ടിക്കുറുമ്പ് വന്നിട്ട് മോനോട് എന്തൊക്കെയോ പറയുന്നുണ്ട്. അങ്ങനെ ഫൈനലി എൻ്റെ ഇൻഫ്ലുവൻസ വാക്സിൻ എടുത്തു. ഒരു 15 minutes അവിടെ വെയിറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് അപ്പം മക്കൾ ക്യാൻഡി വേണമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ഞങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ പോകുന്നതിന് മുമ്പ് ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ കുട്ടികൾക്ക് മദ്രസ കൊടുക്കുന്നൊരു വില്ലുണ്ട്. അപ്പോൾ അവിടെ ഒന്ന് പോയിട്ട് ജസ്റ്റ് എൻക്വയറി ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ അങ്ങോട്ട് പോയി നോക്കുന്നൊരു കാഴ്ചകളാട്ടോ ഇനി നിങ്ങൾ കാണുന്നത്. അങ്ങനെ മദ്രസ് വരെ പോയി. മദ്രസിൽ പോയിട്ടൊരു എൻക്വയറിയും കാര്യങ്ങളും നടത്തി. അപ്പോൾ മദ്രസ് 8 മാസം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെ അവിടെ നിന്ന് ഉസ്താദ് പറഞ്ഞത് റമദാനിൽ പുതിയ വർഷത്തിൽ ചേർക്കുന്നതാണ് നല്ലതെന്നാണ്. ഇനി ഞങ്ങൾ പോകുന്നത് സൂപ്പർ മാർക്കറ്റിലോട്ടാണ്. അതിൻ്റെ ആഹ്ലാദമാണ് നിങ്ങൾ ഈ കാണുന്നത്. മോനൊക്കെ ഫസ്റ്റിൽ മുന്നിൽ തന്നെ ഓടിപ്പോയിട്ടുണ്ട്.
ഞങ്ങളുടെ തൊട്ടടുത്ത് തന്നെ ഈ ഒരു ഹെൽത്ത് സെൻറ്ററിൻ്റെ ബാക്ക് സൈഡിലായിട്ട് നല്ലൊരു കഫറ്റീരിയ വരുന്നുണ്ട്. അതുപോലെ തന്നെ സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, ടൈലറിങ് ഷോപ്പ് ഉണ്ട്, അങ്ങനെ എല്ലാ സംഭവങ്ങളും ഞങ്ങളിവിടെ അടുത്ത്. അങ്ങനെ മക്കൾ ക്യാൻറ്റീൻ മേടിച്ച് ഞാൻ ഡിന്നറിനുള്ള കുറച്ച് ഐറ്റംസും മേടിച്ചു. ഞങ്ങളുടെ പർച്ചേസിങ് കഴിഞ്ഞ് ഇനി നേരെ വീട്ടിൽ പോവാം, നല്ല ഡിന്നർ ഉണ്ടാക്കുക, നല്ല സുഖമായിട്ട് കിടന്നുറങ്ങുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ ഇന്നത്തെ വ്ളോഗ്. അപ്പോൾ ബൈ ബൈ, സീ യു ഗൈസ്.